ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പേപ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു പൂ ഉണ്ടാക്കണം. ഞാനിവിടെ 7 തട്ടുള്ള പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള 7 പേപ്പറുകൾ എടുക്കണം. അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കി പൂവിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് കത്രിക വെച്ച് എതളുകളൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി ഇതിൽ നിന്നൊരു പൂ മാറ്റി വെച്ചിട്ട് വേറൊരു പൂ എടുത്ത് ഒരു സൈഡിൽ നിന്ന് നടുക്ക് വരെ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു ഇതള് പകുതി വെച്ച് മുറിച്ച് കളയണം. ആ പകുതി വെച്ച് മുറിച്ച ഇതളിനെ അടുത്തുള്ള ഇതളുമായിട്ട് പശ വെച്ച് ഒട്ടിക്കണം. ഇപ്പോൾ 7 ഇതളുള്ള പൂ കെട്ടി. അടുത്തൊരു പൂ എടുത്ത് ഒരു ഇതള് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ അടുത്തുള്ള ഇതളുകൾ രണ്ടും വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിക്കണം. ഇതേ പ്രക്രിയ തന്നെ ബാക്കിയുള്ള പൂക്കളിലും ചെയ്യണം. ഇനി ഇത് ഓരോന്നും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂ ഇവിടെ റെഡിയാവും. ഇതും കൂടെ കൂട്ടി പല കളറുകളിലായിട്ട് 6 പൂക്കൾ ഞാൻ ഉണ്ടാക്കി. ഇനി ഒരു കാർഡ്ബോർഡ് എടുത്ത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് 1.5 സെന്റിമീറ്റർ വീതിയും 9 സെന്റിമീറ്റർ നീളവുമുള്ള പേപ്പറുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ 6 പേപ്പറുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി അതേ വീതിയുള്ള 6 പേപ്പറുകൾ സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിന്റെ അളവിൽ റിംഗ് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. ഇനി ആ ഓരോ റിങ്ങും വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് ബാക്കി വരുന്ന പേപ്പറിന്റെ ഭാഗം അതിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്ലാസ് പോലെ ഒരു ഐറ്റം റെഡിയായി കിട്ടും. ഇനി കുറച്ച് പച്ച പേപ്പർ എടുത്ത് റോൾ ചെയ്ത് സ്റ്റെം ഉണ്ടാക്കണം. അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതുപോലത്തെ പേപ്പറിൽ തന്നെ കുറച്ച് ഇലയും കൂടെ വെട്ടി ഈ ഇലകളെയും നേരത്തെ ഉണ്ടാക്കിയ പൂക്കളെയും കൂടെ ആ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിനെല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ വേസിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്ലവർ വേസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.